ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ കാത്തിരുന്ന് വീക്കെൻഡ് എത്തി. ഇന്നിവിടെ ഫ്രൈഡേ വൈകുന്നേരം 5 മണിയാണ്. ഞാനിപ്പോ വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. എനിക്ക് ജോലിയിൽ ഇരുന്നിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ടായില്ല. ഞാൻ 2 മിനിറ്റ് കൂടുമ്പോ സമയം നോക്കിയാണ് കഷ്ടപ്പെട്ട് 5 മണി വരെ എത്തിച്ചത്. അപ്പോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ വീക്കെൻഡ് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകുന്നത്. ബിക്കോസ് നമ്മൾ 1 വർഷത്തിന് ശേഷം സുജുവിനെയും പ്രണവേട്ടനെയും കാണാൻ പോവാണ്. കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്ത് ആക്ച്വലി ഞങ്ങള് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 1 ഡേ മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് സുജുവിന്റെ അടുത്ത് പോയി. നമ്മളൊരു ദിവസം അവിടെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്നപ്പോ ഒരുമിച്ചാണ്. സുജുവും പ്രണവേട്ടൻ നേരത്തെ വന്നതാ. പക്ഷെ സുജുവും ഞാനും വിവേകും ഏകദേശം ഒരേ സമയത്താണ് കാനഡയിലേക്ക് വരുന്നത്. അപ്പൊ തൊട്ട് നമ്മൾ എല്ലാ വർഷവും ഒരിക്കലെങ്കിലും കാണാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ ആദ്യത്തെ വർഷം നമ്മൾ വിസ്ലർ പോയി, സെക്കൻഡ് ഇയർ നമ്മൾ ആൽബർട്ട പോയി, ബാൻഫ് പോയി. കഴിഞ്ഞ വർഷം നമുക്ക് നാട്ടിൽ പോകാനുള്ളതുകൊണ്ട് അങ്ങനെ വലിയ ട്രിപ്പ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ 1 ഡേ നമ്മൾ അവരുടെ കൂടെ പോയി ഒരു ദിവസം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ദിസ് ഇസ് ദ 4th ഇയർ. നമ്മളിതൊരു ട്രഡീഷൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ മൂസും എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും സുജുവിൻ്റെ അടുത്ത് ഇടയ്ക്ക് പോയി നിന്നൂടെന്ന്. അപ്പോൾ എങ്ങനെയാണ് സുജുവിൻ്റെ അടുത്ത് എത്തുന്നത്, എത്ര നേരം എടുക്കും, അതൊക്കെ കാണിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ ബസ്സിൽ കയറിയാണ് ഫെറി ടെർമിനലിലേക്ക് പോകുന്നത്. വിവേക് ഓൾറെഡി അവൻ്റെ വർക്കിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് അതിൽ കയറി എനിക്ക് സമയമൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് ഞാൻ ആ സെയിം ബസ്സിൽ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫെറി ടെർമിനലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എല്ലാം ചെയ്യണം. അങ്ങനെ നമ്മൾ ഓടിപ്പോയി ടിക്കറ്റൊക്കെ എടുത്തു. നമ്മുടെ ഫെറി ടെർമിനലിൻ്റെ പേര് സ്വാറ്റ്സ് ബേ എന്നാണ്. അപ്പോൾ സ്വാറ്റ്സ് ബേന്ന് നമ്മൾ സ്വാസൻ ബേ, വാൻകൂവറിലെ ഫെറി ടെർമിനലിലേക്കാണ് ഫെറി എടുത്ത് പോകുന്നത്. 1.5 മണിക്കൂറാണ് നമ്മുടെ ഫെറിയുടെ സമയം. അപ്പോൾ സമ്മറിൽ ഒരു ഈവനിങ് സമയത്തൊക്കെ നമ്മൾ ഫെറി ബുക്ക് ചെയ്താണ് പോണെങ്കിൽ അടിപൊളിയാണ്. നമ്മളിതുപോലെ ഓരോ കുട്ടി ഐലൻഡ്സിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മുടെ ഫെറി പോണേ. അതും കാറ്റും ഒരു ചെറിയൊരു വെയിലൊക്കെ ആയിട്ട് പുറത്ത് ഇരിക്കാൻ അടിപൊളിയാണ്. വാൻകൂവറിൽ ഫെറി ഡോക്ക് ചെയ്താൽ നമ്മൾ ഓടി എല്ലാ കാര്യങ്ങളും ചെയ്യണം. കാരണം വാൻകൂവർ എന്ന് പറഞ്ഞാൽ നല്ല ബിസി ആയിട്ടുള്ള സിറ്റിയാണ്. കുറേ ആളുകളുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുമ്പോൾ ഓടി എല്ലാം ചെയ്തില്ലെങ്കിൽ ബസ്സൊന്നും കിട്ടില്ല. അപ്പോൾ ബേസിക്കലി നമുക്ക് 2 ബസ്സും ഒരു സ്കൈ ട്രെയിനും ആണുള്ളത്. നമ്മളത് ടൈമിംഗ് നോക്കി എല്ലാം പെട്ടെന്ന് ചെയ്യണം. വർക്ക്സ് ഓഫ് ഹാവിങ് എ ടൈപ്പ് എ ബോയ് ഫ്രണ്ട് ഗൈസ്. നമുക്ക് ബസ്സും ട്രെയിനും സംഭവങ്ങളൊക്കെ അവൻ നോക്കിക്കോളും. നമുക്ക് കീ കൊടുത്ത പാവയെ പോലെ പുറകെ നടന്നാൽ മതി, ഒന്നും പേടിക്കണ്ട. അങ്ങനെ ടൈമിങ്ങും സംഭവങ്ങളൊക്കെ വിവേക് നന്നായിട്ട് ഓർഗനൈസ് ചെയ്തുകൊണ്ട് ഇപ്രാവശ്യം നമ്മളധികം ഓടേണ്ടി വന്നില്ല. യൂഷ്വലി ഞങ്ങൾക്ക് ബസ് പിടിച്ച് അവിടെ എത്തിയാൽ മതി. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ നെക്സ്റ്റ് ഡേ സാറ്റർഡേ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് നമ്മൾ കാറ് തപ്പേണ്ടി വന്നു. അതിന് കുറച്ച് വലഞ്ഞു. ഒരു 30 മിനിറ്റ്സ് അതിൽ കൂടി അങ്ങോട്ടും നടന്ന് തപ്പേണ്ടി വന്നു. എന്നാലും നമുക്ക് വണ്ടി കിട്ടി. അങ്ങനെ ഫൈനലി നമ്മൾ സുജുവിൻ്റെയും പ്രണവേട്ടൻ്റെ അടുത്ത് എത്താൻ പോവാണ്. ബേസിക്കലി നമ്മൾ 6 മണിക്ക് ഫെറി കയറിയിട്ട് വീടെത്തുന്നത് 11 മണിക്കാണ്. അപ്പോൾ അത്രയും നേരം എടുക്കും ഇവരുടെ അടുത്ത് എത്താൻ. ബട്ട് ഇറ്റ് വാസ് സോ വർത്ത് ഇറ്റ്. നമ്മൾ ഇവരുടെ അടുത്ത് എത്തുമ്പോൾ അത്രയും ടയേർഡായിരുന്നു. പക്ഷേ അതെ ഈ ഒരു സുജുവിൻ്റെ അതുപോലെ ഡിന്നർ കഴിച്ചിട്ടും സുജുവും ഒബ്വിയസ്ലി വർക്ക് കഴിഞ്ഞ് നല്ല ടയേർഡായിരുന്നു. ഞങ്ങളും ഇത്രയും ബസ് ട്രെയിൻ ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് നല്ല ടയേർഡായിരുന്നു. പക്ഷെ ഞങ്ങളൊരു 1-1:30 വരെ രാത്രി സംസാരിച്ചിരുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ ഒരുമിച്ച് റെഡി ആവുന്നതാണ് ഈ കാണുന്ന. എൻ്റെ മുടിയൊക്കെ സുജു സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ടൂലിപ്പ് ഗാർഡനിൽ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ടൂലിപ്പ് ഫെസ്റ്റിവലിൻ്റെ ലാസ്റ്റ് വീക്കെൻഡ് ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി പോയി ഇറങ്ങാൻ. പക്ഷേ ഇവിടേക്കുള്ള ഡ്രൈവൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മളതൊക്കെ എല്ലാം എൻജോയ് ചെയ്താണ് അവിടെ എത്തിയത്.
അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി തൊട്ട് മുമ്പത്തെ ദിവസം ഈ ചില വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ല പേടിയുണ്ടായി. ചില ഏരിയാസിലൊക്കെ ബ്ലൂം അത്ര ഇല്ല. അപ്പോൾ നമുക്ക് ചെറിയ പേടിയുണ്ടായിച്ചില്ല, നമ്മൾ പ്രതീക്ഷിച്ച പോലെ കിട്ടില്ലേ എന്നൊക്കെ. പക്ഷെ അവിടെ ചെന്നപ്പോൾ അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ സംസാരിച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അവസാനം ഞാൻ പൂക്കളൊന്നും ഇല്ലാത്തൊരു സ്ഥലം എത്തിയപ്പോഴാണ് അയ്യോ വ്ളോഗിനുള്ള വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പച്ചപ്പും ചീഞ്ഞ പൂക്കളുള്ള ഒരു സ്ഥലത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് ആക്ച്വലി ഇങ്ങനെയൊന്നല്ലായിരുന്നു. കുറച്ചപ്പുറത്തേക്ക് മാറിയിരുന്നെങ്കിൽ നല്ല ബ്ലൂംസ് കാണാൻ പറ്റിയേനെ. പക്ഷേ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനുള്ള ഒന്നും വന്നില്ല. ബട്ട് എനിക്കിങ്ങനെ കണ്ടോ കുറച്ച് ഇൻസ്റ്റഗ്രാമി വീഡിയോസൊക്കെ കിട്ടി. ഇതാണ് നമ്മുടെ സിറ്റി. നമ്മൾ അവിടെ നിന്ന് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി ലഞ്ചൊക്കെ കഴിച്ച് നേരെ വാങ്കൂവറിലേക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്തു. അവിടെ ചെന്ന് സ്റ്റാൻലി പാർക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു 1.5 മണിക്കൂറിന് നമുക്കിങ്ങനെ ബൈക്ക് റെൻ്റ് എടുത്ത് ചുറ്റും ചവിട്ടാൻ പറ്റും. അത് ബീച്ച് സൈഡാണ്. അത് അടിപൊളി വെതറും കൂടെ ആയതുകൊണ്ട് അത് ഒരു രക്ഷയുണ്ടായില്ല. ഭയങ്കര ഒരു സമ്മറി വൈബായിരുന്നു, അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ ഒരു 2 hours ബൈക്ക് ചെയ്തു. അപ്പോഴത്തേക്കും തന്നെ ഭയങ്കര ടയർഡായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോരുമായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടി വീക്കെൻഡിൻ്റെ കുട്ടി വീഡിയോ. നെക്സ്റ്റ് ഞങ്ങളൊരു കേരള റെസ്റ്റോറൻറ്റിൽ നിന്ന് വയറ് നിറച്ച് നാട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഫെറി പിടിച്ചു തിരിച്ച് വിക്ടോറിയയിലേക്ക്. അപ്പോൾ ടാറ്റ ബൈ ബൈ.